ഇവളുടെ പേര് ടിങ്കു എന്നാണ്. ഇവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വന്ധീകരിച്ച ഒരു ഡോഗ് ഇവളെ ആയിരുന്നു. ഇവളെ ചാക്കിൽ കിട്ടിയ അവസ്ഥയിലായിരുന്നു നമുക്ക് കിട്ടിയത്. ഏകദേശം ഒരു 6 മാസം പ്രായമൊക്കെ ആയിരുന്നു. നല്ലോണം വന്ധീകരണമൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ദേ ഇങ്ങനെ കണ്ണിൽ പീള അടിയുന്നത് പോലെയും ഇവളുടെ വെയിറ്റ് ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ടും തോന്നി. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്, വർഷ എന്നാണ് പേര്, ട്രിവാൻഡ്രത്താണ്. അവൾ എന്നെ അറിയിച്ചു. അപ്പം ഞാൻ ഇവിടെ കോഴിക്കോടായിരുന്നുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ അവൾ വീഡിയോ അയച്ചു തന്നെയാണിത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് കെനൈൻ ഡിസ്റ്റംബർ രോഗത്തിൻ്റെ ആരംഭമായിരുന്നെന്നും അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാതെ ടിക് ഫീവർ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനുള്ള മരുന്നായിരുന്നു കൊടുത്തിരുന്നത്. ഞങ്ങളിവിടെ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു സെക്കൻഡറി സ്റ്റേജിലാണ് ഡിസ്റ്റംബർ, നമുക്ക് പ്രാർത്ഥിക്കാം, അതോടൊപ്പം തന്നെ ഇതിനെ ചികിത്സിക്കുകയും ചെയ്യാം, 50-50 ചാൻസസേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഞങ്ങളൊരു ഹോമിയോ മെഡിസിൻ ട്രൈ ചെയ്യുകയും അവൾ പൂർണ്ണ ഭേദമായി കിട്ടിയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ വഴി തന്നെ കാണാം. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മൾ ഈ ഒരു മരുന്ന് ഒരു 8 ml വീതം 3 നേരമായിട്ട് ഞങ്ങൾ ഇവർക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ റോഡിലുള്ള ഡോഗ്സിന് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക എന്ന്. അവർക്ക് ഏതെങ്കിലും ബിസ്ക്കറ്റ് എടുത്തിട്ട് ബിസ്ക്കറ്റിൽ നമ്മൾ തുള്ളിയാക്കിയിട്ട് അവരെ കൊണ്ട് കഴിപ്പിച്ചാലും അങ്ങനെയായാലും ബ്രീഡ് ഡോഗ്സിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല, അവരുടെ ഇമ്മ്യൂണിറ്റി പൊതുവേ കുറവായതുകൊണ്ട് തന്നെ.